നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ പ്രമുഖ ക്ലബ്ബ് സെർജിയോ റാമോസ് വാങ്ങിയിരിക്കുന്നു. മറ്റേത് ക്ലബ്ബും അല്ല, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല ക്ലബ്ബായിരുന്ന സെവിയയാണ് ഇപ്പോൾ അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. വാവ്! നമുക്കറിയാം മെസ്സി ഇപ്പോൾ അവിടുത്തെ ഒരു ലോവർ ഡിവിഷൻ ക്ലബ്ബിൽ അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. എന്നാൽ ലാലിഗയിൽ ഇപ്പോൾ ഫസ്റ്റ് ഡിവിഷനിൽ കളിക്കുന്ന വമ്പൻ ക്ലബ്ബ് തന്നെ വാങ്ങിയിരിക്കുകയാണ് സെർജിയോ റാമോസ്. ഇത് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു. ഫബ്രീസോ റിപ്പോർട്ട് ചെയ്യുന്നത് സെർജിയോ റാമോസ് കംപ്ലീറ്റ് ദി പ്രോസസ് ടു ബൈ സെവിയ ആൻഡ് ബിക്കം ന്യൂ ക്ലബ് ഓണർ എന്നാണ്. അദ്ദേഹം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം അതിൻ്റെ ഫോമൽ സ്റ്റെപ്പുകൾ ഒഫീഷ്യലായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ഫോമൽ സ്റ്റെപ്പുകൾ വിത്ത് ലോയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങും. അദ്ദേഹം ക്ലബ്ബ് വാങ്ങി എന്നുള്ളത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരും. ഇപ്പോൾ ഈ ഡീല് നടന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബ്രദർ റെനെ ഉൾപ്പെടുന്ന ഒരു ഭാഗത്താണ്, ഒരു 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 കൂട്ടുകെട്ടാണ് ഈ ഒരു ക്ലബ്ബ് വാങ്ങിയിരിക്കുന്നത് എന്ന് പറയാം. കുറച്ചുകൂടി കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിവരങ്ങളിപ്പം ഫ്ലോറിയൻ പ്ലറ്റംബർഗിനെ പോലുള്ളവർ പുറത്തുവിടുന്നുണ്ട്. ബെൻ ജേക്കബ്സ് പുറത്തുവിടുന്നുണ്ട്. ബെൻ ജേക്കബ്സ് പറയുന്നത് 511 ക്യാപിറ്റൽ, അതാണ് ഓർഗനൈസേഷൻ്റെ പേര്. അത് ലീഡ് ചെയ്യുന്നത് സെർജിയോ റാമോസ് ആണ്. അവരാണിപ്പോൾ സെവിയ വാങ്ങുന്നതിലേക്ക് എഗ്രിമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 400 മില്യൺ യൂറോക്ക് മുകളിൽ വരും എന്നാണ് റിപ്പോർട്ടിൽ ബെൻ ജേക്കബ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും സെവിയയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം സെവിയയിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നു. 2005 അവിടം വിട്ട് പിന്നെ റയൽ മാഡ്രിഡിലേക്ക് പോകുന്നത്. ഏറ്റവും ഒടുവിൽ 2023-24 സീസണിൽ വീണ്ടും അദ്ദേഹം സെവിയയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. ആ ക്ലബ്ബ്, തൻ്റെ കുട്ടിക്കാല ക്ലബ്ബ്, തൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ച ക്ലബ്ബ് ഇതാ സെർജിയോ റാമോസ് സ്വന്തമാക്കിയിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.